മിമിക്രി വേറെ നടന്മാരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുവോ? അതെ അതെ, ഇനി കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം വിളിക്കാം. ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും സഫാരി ചാനലിൽ സഞ്ചാരം എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പൊ അതിലെ ആ ഒരു വോയിസ് ഓവർ ആണ് ചെയ്യുന്നത്. സഫാരി ചാനലിൽ സഞ്ചാരം എന്ന പ്രോഗ്രാമിന്റെ വോയിസ് ഓവർ. ലോക സഞ്ചാരം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്ന വഴി മെസ്സപ്പൊട്ടിയുടെ തലസ്ഥാനമായ ഉസ്ബെക്കിസ്ഥാനിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ ഡ്രൈവർ ഫ്രെഡി ആൾ രസികനായിരുന്നു. യാത്രയിലുടനീളം ഫ്രെഡി ഇംഗ്ലീഷിൽ എന്നോട് തമാശകൾ പറഞ്ഞ് എന്നെ രസിപ്പിച്ചുകൊണ്ടേയിരുന്നു. നാട്ടിലെത്തി അറിവുള്ളവരോട് ചോദിച്ചപ്പോഴാണ് ഫ്രെഡി ഇംഗ്ലീഷിൽ എന്റെ തള്ളക്ക് വിളിക്കാരെന്ന് നിനക്ക് മനസ്സിലായത്. സഞ്ചാരത്തിന് ഈ ലക്കുമുടി പൂർണ്ണമാകുന്നു. അടുത്തായിട്ട് നമുക്കെല്ലാവർക്കും രാഷ്ട്രീയത്തിൽ നിന്ന് PC ജോർജ് സാറ്. അപ്പൊ അദ്ദേഹം ഇന്ന് ഈ ഒരു ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാകും സംസാരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ആദ്യം വരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 2 വാക്ക് സംസാരിക്കുന്നതിന് നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം. നമസ്കാരം സാർ. നമസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ലേ, ഞാനിവിടെ വരത്തില്ലാന്ന് ഏതോടാ പറഞ്ഞേ? ആ പറഞ്ഞവന്റെ തന്തയായിരിക്കും പറഞ്ഞ ഞാനല്ല. ഞാൻ വളരെ ഭാരോപരിതയായിട്ട് ജീവിക്കുന്ന ഒരാളാ. എന്റെ കരിവാരത്തേക്ക് വേണ്ടി കുറേ ഇറങ്ങിയിട്ടുണ്ട്. അല്ല, ഇവിടെ ഇത്രയും ആൾക്കാർ ഇരിപ്പില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നേ വരെ എന്റെ വായത്തൊരു ചെറ്റവർത്താനം പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും അല്ല, ജീവ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചാൽ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഞാനേ കുടുംബത്തിൽ പിറന്നവരാ. എന്നിട്ടാണ് ഈ തെണ്ടികൾ ചെറ്റവർത്താനം പറയുന്നത്. ഇവരെയൊക്കെ പുളിച്ച തെറിയായിരിക്കും ഞാൻ വിളിച്ച് പറയുന്നത്. അടുത്തായിട്ട് JJ തുടങ്ങിയ സിനിമകളിലൂടെ നടനായിട്ട് വന്നിട്ടുള്ള ബേസിൽ ജോസഫ്. എവിടെയെല്ലാം കണ്ടിട്ടുണ്ടോ? ഭാര്യമാരെ പിണങ്ങി പോകുമ്പോൾ ഭർത്താക്കന്മാര് ഭാര്യമാര് പേരിക്കും. അവിടെ നമുക്ക് പറ്റൂല, നമുക്ക് അവരില്ല പറ്റില്ല. നീ എന്നെ ഒരു ചവിട്ട് എവിടെയെന്ന് വിചാരിച്ച് നീ വലിയ ആളാന്ന് വിചാരിച്ച നിനക്കെന്നെ അടിക്കണോ? എല്ലാം അടി. നീ ഇവിടെ കിടന്ന് ഉരുളുവേ. അതേ മക്കൾ സെൽവൻ എന്നറിയപ്പെടുന്ന വിജയ് സേതുപതി. எல்லாருக்கும் வணக்கங்க. என்ன சொல்றது, ஒன்று ஒருத்தனை கொல்லான்னு கூப்பிட்டு உட்கார வச்சவனுக்கு டீ கொடுத்து ஐயா சமயம் உன்னை நான் கொல்ல போறேன்னு கேட்குற ஒரே ஆள் நீ தான்டா. அதுக்கு பதிலாக நீங்கிட்ட நீ எல்லாம் பெரிய மனுஷனும் உன்னை கொடுத்துக்கே 4 கிழமை பார்த்து காட்ட சொல்லணும். உனக்கு நான் 2 நிமிஷம் தந்துறேன். முடிஞ்ச என்னை கொண்டுட்டு உன்னைங்கிறது காப்பாத்து. അടുത്തായിട്ട് നമ്മുടെ ഫ്ലവേഴ്സിന്റെ എല്ലാമായിട്ടുള്ള ടിനി ടോം സാർ. സത്യം പറയണേൽ ഈ കൊച്ചുകുട്ടികളുടെ സംഭവം അനുകരിക്കുന്ന വളരെ കഷ്ടമുള്ള കാര്യമാണ്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതാണ് യഥാർത്ഥ കലാകാരൻ. നിങ്ങൾക്ക് എല്ലാവിധ പാവങ്ങളും തരുന്നു. നിങ്ങൾക്ക് ഞാൻ തരുന്നു 40-37 മാർക്ക്. അടുത്തായിട്ട് ബീറ്റ് ബോക്സിംഗ് ആണ്. അതെ, മമ്മൂക്കയുടെ ഭീഷ്മർ എന്ന മൂവിയിലെ ആ ഒരു ബീജി ഉണ്ട്, ചാമ്പിക്കു എന്ന് പറയുന്ന ഡയലോഗിന് മുന്നോട്ടായിട്ടുള്ള ഒരു ബീജി. അതൊന്ന് അവതരിപ്പിക്കാം. ഇനി ഒരു ടപ്പാങ്കുത്ത് പോലെ ഒരു ബീറ്റ് ബോക്സിൽ തന്നെ ഒരു സംഭവം ചെയ്യാം. അജു വർഗീസ് ചേട്ടന്റെ ആ ഒരു ശബ്ദം. എന്റെ പൊന്നു മാമിച്ച, നിന്നോട് ഞാനൊരു 100-110 തവണ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത പണിക്ക് പോവരുതേന്ന്. അതെ, ഇത് ഞാൻ ഗോവയ്ക്കൊണ്ട് വെച്ചിരുന്ന കാശ. ഇതിത്തേന്ന് ഞാനൊരു 10 പൈസ തരൂല മോനെ. ബ്ലഡി ഫുൾ അല്ല പിന്നെ. നല്ല കൈഡി ഉണ്ണിക്കണ്ണന് ഒരു നല്ല കൈഡി. ഈ സൗണ്ട് കേൾക്കുമ്പോഴേ ആസിഫിക്കയുടെ സൗണ്ടുമായിട്ട് ഭയങ്കര സാമ്യമുണ്ട്. ആസിഫിക്കയുടെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഒന്ന് ചെയ്തു. എന്താണ് ഏജിലെ നീ ആളെ പിടിപ്പിട്ട് കാര്യം പറയടി? എന്താണ് ക്യാഷ് ആണോ? 5ന്റെ പൈസ അല്ലേ കേട്ടോ? എന്റെ പൊട്ടിപ്പുറയ്ക്ക് നിനക്കത് ഭ്രാന്താണോ? ഇല്ല ഭായി, നിന്നെ കിട്ടാൻ നല്ല ഭാഗ്യം വിടും. നിന്റെ ഈ സൗന്ദര്യം, നിന്റെ ഈ സ്വഭാവം, തീരെ കൂതറയില്ലാത്ത ഈ സൗന്ദര്യം ഇല്ല ഭായി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.